ഞാനിപ്പോൾ നിൽക്കുന്നത് സീ ലെവലിൽ നിന്ന് ഒരു 800 മീറ്റർ ഉയരത്തില് മാത്തേരാനിലെ ലോഡ് പോയിന്റിലെ ഏതോ ഒരു മലയുടെ മുകളിലാണ്. വണ്ടികളുടെ ഒച്ചയും ബഹളവും പൊല്യൂഷനും ഒന്നുമില്ലാതെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് വിലക്കുള്ള മഹാരാഷ്ട്രയിലെ മാത്തേരാനില് ഇവിടുത്തെ കാഴ്ചകളെക്കാൾ ഉപരി എന്നെ ആകർഷിച്ചതുണ്ടല്ലോ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ആണ്. കാടിനുള്ളിലൂടെയുള്ള യാത്രയും ചെളി നിറഞ്ഞ വഴികളും മഞ്ഞും മഴയും കാറ്റും തണുപ്പും ഒക്കെ കൂടി ഒരു അടിപൊളി ക്ലൈമറ്റ് ആണ് ഇവിടെ. ട്രക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഉണ്ടല്ലോ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥലമാണ് ഇത്. ടോയ് ട്രെയിനിൽ കയറി മാത്തേരാനിലേക്കുള്ള ആ ഒരു യാത്രയുണ്ടല്ലോ ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൽ മങ്ങാതെ നിൽക്കുന്ന സുന്ദരമായ ഒരു ഓർമ്മച്ചപ്പാണ്. അപ്പൊ നമുക്ക് മാത്തേരാന്റെ ഈ ഒരു എക്സ്ട്രീം മൺസൂൺ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പവായോ. തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ എറണാകുളത്ത് നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത്. കിലോമീറ്ററുകൾ താണ്ടി നേരെ ചെന്നിറങ്ങിയത് താനെ റെയിൽവേ സ്റ്റേഷനിൽ. ട്രെയിൻ യാത്രയുടെ ആ ഒരു ഭീകര അന്തരീക്ഷം തുടങ്ങുന്നതുണ്ടല്ലോ ഇവിടെ നിന്നാണ്. ഇവിടെ കാലുകുത്തിയാൽ പിന്നെ നമ്മൾ വിചാരിച്ച വേഗതയിലല്ല കാര്യങ്ങൾ. മുംബൈയുടെ ജീരനാടിയായ ലോക്കൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തല കറങ്ങിപ്പോകും. പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല കേട്ടോ, ട്രെയിൻ വരുമ്പോൾ അതിലേക്ക് കയറാൻ കാണിക്കുന്ന ആ ഒരു വേഗതയുണ്ടല്ലോ അത് ട്രെയിനിനേക്കാൾ വേഗത്തിലാണ്. അങ്ങനെ ഇടിയുണ്ടും തെള്ളിയും ഉന്തിയും ഒക്കെ താനയിൽ നിന്ന് നേരെ നേരാലിലേക്കുള്ള ലോക്കൽ ട്രെയിനിൽ കയറി. ഉള്ളിൽ ശരിക്കും ശ്വാസം മുട്ടിക്കുന്ന തിരക്കാണ്. ഏകദേശം 1 മണിക്കൂർ നീളുന്ന ഈ ഒരു യാത്രയുണ്ടല്ലോ മുംബൈ ലൈഫിലെ ആ ഒരു സ്പീഡും തിരക്കുമൊക്കെ നേരിട്ടറിയാനുള്ള ഒരു ചാൻസ് കൂടിയായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ നേരാലിൽ വന്നിറങ്ങിയിട്ടുണ്ട്. വലിയൊരു ടാസ്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഈ ലോക്കൽ ട്രെയിനിലുള്ള യാത്ര. സീസൺ ടൈം അല്ലെങ്കിൽ അതായത് മൺസൂണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരിട്ട് മാത്തേരാനിലേക്ക് ടോയ് ട്രെയിൻ കിട്ടും. പക്ഷേ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് ഷെയർ ടാക്സി പിടിച്ച് വേണം മാത്തേരാനിലേക്ക് പോകാൻ. ഒരാൾക്ക് 120 രൂപയാണ് ടാക്സിക്ക് വരുന്നത്, കുട്ടികൾക്കാണെങ്കിൽ 60 രൂപ. ഇവിടെയും നീണ്ട ക്യൂ ഒക്കെ നിന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. അങ്ങനെ ഒടുവിൽ നമ്മൾ ടാക്സിയിൽ കയറി. ഒരു വണ്ടിയിൽ 6 പേരെ. നിങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ കൂടെ ഷെയർ ചെയ്ത് വേണം പോകാൻ, അല്ലെങ്കിൽ അവർ പറയുന്ന റേറ്റിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. അങ്ങനെ ടാക്സിയൊക്കെ പിടിച്ച് മല കയറി ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഉണ്ടല്ലോ വായുവിന് തണുപ്പ് ഇങ്ങനെ കൂടി തുടങ്ങിയിരുന്നേ. ഓരോ ഹെയർപിൻ കഴിയുമ്പോഴും കാഴ്ചകളൊക്കെ ഇങ്ങനെ സുന്ദരമായിക്കൊണ്ടിരുന്നു. അങ്ങനെ തിരക്കുകളിൽ നിന്നൊക്കെ നേരെ മാത്തേരാന്റെ പ്രകൃതിയിലേക്ക്. മാത്തേരാന്റെ പ്രവേശന കവാടമായ ഇവിടെ വരെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് അനുമതിയുള്ളൂ. ആ കവാടത്തിനപ്പുറം വാഹനങ്ങളുടെ ഹോണടികളില്ല, എഞ്ചിന്റെ സൗണ്ട് ഇല്ല, പൊല്യൂഷൻ ഇല്ല. നമ്മളുടെ സൗണ്ടും കുതിരകളുടെ സൗണ്ടും പിന്നെ കൂകിപ്പായുന്ന ആ ടോയ് ട്രെയിനിന്റെ സൗണ്ടും മാത്രം. ഇവിടെ നിന്ന് നമുക്ക് എൻട്രി ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് കയറാൻ. അഡൽറ്റിന് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് ടിക്കറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു വ്യൂ പോയിന്റ് കാണാനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ 50 രൂപ ടിക്കറ്റിൽ ഇവിടെ ഏകദേശം ഒരു 38ഓളം ചെറുതും വലുതുമായ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. എല്ലാം ഒന്നും ഒരൊറ്റ ട്രിപ്പിൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. കാടിനുള്ളിലൂടെ ഇന്റർലോക്ക് പാകിയ പരവതാനി വിരിച്ച വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും കുളിർമയും ഒക്കെ തോന്നുമേ. കാരണം മാത്തേരാൻ എന്നത് എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വെൽക്കം ടു മാത്തേരാൻ എന്ന ബോർഡ് കാണാം. പക്ഷെ മാത്തേരാൻ ആയിട്ടില്ല, ഇത് അമാൻ ലോഡ്ജ് ആണ്. ആ ബോർഡിന്റെ സൈഡിൽ കാണുന്ന കൗണ്ടറിൽ നിന്നാണ് ടോയ് ട്രെയിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് മാക്സിമം 4 ടിക്കറ്റ് വരെ തരും. 55 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. രാവിലെ 8:45-നും 9:30-ക്കും 10:30-ക്കും കഴിഞ്ഞാൽ പിന്നെ 12 മണിക്കാണ് അടുത്ത ട്രെയിൻ ഉള്ളത്. അപ്പം നമ്മൾ 12 മണിയുടെ ട്രെയിനിന് പോകാനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് മാത്തേരാൻ വരെ നടക്കാൻ 2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ട്രെയിനിൽ പോകണ്ടാത്തവർക്ക് പാളത്തിൽ കൂടെ നേരെ നടന്നു പോകാമേ. ട്രെയിനിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് യാത്ര. കൂടുതലും ആൾക്കാർ നടന്നു തന്നെയാണ് പോകുന്നത്. കാരണം ട്രെയിൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ പോസ്റ്റായി പോകും. ഇനി ഇവിടെ നമുക്ക് ചായയും കാപ്പിയും വടാപ്പാവും ഓംലേറ്റും ഒക്കെ വേണമെങ്കിൽ ഈ കാണുന്ന റൂബി ചായക്കടയുണ്ട്. അത്യാവശ്യം വിശപ്പൊക്കെ മാറ്റാനുള്ളതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ വാഹനങ്ങളില്ലാത്തത് കൊണ്ടേ കുതിരകളാണ് ഇവിടുത്തെ മെയിൻ ചുമട്ടുതൊഴിലാളികളെ. അതിന്റെ പുറത്തെ പച്ചക്കറിയും മറ്റു സാധനങ്ങളും ഒക്കെ കെട്ടി ചുമടെടുപ്പിച്ചാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. കാണുമ്പോൾ കഷ്ടം തോന്നുമെങ്കിലും ഇവിടെ നിന്ന് കുണ്ഠിതപ്പെടാമെന്നല്ലാതെ നമ്മൾ സഹായിക്കാനൊന്നും പോകില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. നമ്മുടെ തോളിൽ കിടക്കുന്ന ബാഗ് തന്നെ ആരെങ്കിലും പിടിച്ചാൽ അത്രയും ആശ്വാസം എന്ന മട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് മാത്തേരാനിലേക്ക് നടക്കാൻ വയ്യെങ്കിലുണ്ടല്ലോ റിക്ഷ കിട്ടുവേ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാഹനം നിരോധിച്ച സ്ഥലമല്ലേ എന്ന്. ഇത് ഇലക്ട്രിക് റിക്ഷയാണ്.
പെട്രോൾ ഡീസൽ വണ്ടികൾക്കാണ് നിരോധനം. 35 രൂപയാണ് റിക്ഷയ്ക്ക് ഒരാൾക്ക് ചാർജ് വരുന്നത്. പക്ഷേ അതിനും നീണ്ട ക്യൂ ഒക്കെ നിൽക്കേണ്ടതുകൊണ്ട് കൂടുതലും ആളുകൾ ട്രാക്കിലൂടെ ഒരു ഓളത്തിൽ അങ്ങ് നടന്നു പോവുകയാണ് പതിവ്. ഇപ്പം നമ്മുടെ ഇലക്ട്രിക് കാറൊക്കെ എന്താണ് കടത്തിവിടാത്തത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ റോഡുകൾ ടാറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കാറെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷമാണ്. പിന്നെ മാത്തേരാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വാഹനങ്ങളില്ലാത്ത ഹിൽ സ്റ്റേഷൻ എന്ന് കൂടിയാണല്ലോ. അതൊക്കെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ടൈറ്റിൽ കൂടിയാണ്. അതുകൊണ്ടൊക്കെ കൂടിയാണ് നമ്മുടെ ഇലക്ട്രിക് കാറുകളൊന്നും ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാത്തത്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വണ്ടി ചൂളമടിച്ച് കൂകി പാഞ്ഞു വരുന്നുണ്ട്. 90 100 മറ്റോ ആണ് സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത്രയും ടിക്കറ്റ് മാത്രമേ കൗണ്ടറിൽ നിന്ന് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ട്രെയിൻ കയറി നേരെ മാത്തേരാനിലേക്ക്. ഇവിടെ അമൻ ലോഡ്ജിൽ നിന്ന് മാത്തേരാനിലേക്ക് ടോയ് ട്രെയിന് പതുക്കെ നീങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആ ഒരു വൈബ് മാറുവേ. ചെറിയ കൂവൽ ശബ്ദത്തോടെ വണ്ടി ട്രാക്കിലൂടെ ഉരുളുമ്പോൾ ഇരുവശത്തും നിബിഡമായ കാടും അതിനിടയിലൂടെ താഴേക്ക് നോക്കിയാൽ കാണുന്ന ആഴമേറിയ താഴ്വരകളും ഒക്കെ നമ്മുടെ കണ്ണുകളെ ഇങ്ങനെ അമ്പരിപ്പിക്കുവേ. ഒടുവിൽ മാത്തേരാൻ്റെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും വണ്ടികളില്ലാത്ത മലിനീകരണമില്ലാത്ത ഒരു പുതിയ ലോകത്തേക്ക് കാലുകുത്തിയ അനുഭൂതിയാണ് ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. മാത്തേരാൻ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററോളം നടക്കണം റൂമിലേക്ക് എത്താൻ. ടാസ്ക് എന്ന് പറഞ്ഞാൽ അന്യായ ടാസ്ക്. അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറി പോകാം, അതുമല്ലെങ്കിൽ കൈകൊണ്ട് തള്ളുന്ന റിക്ഷകളും ഉണ്ട്. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരെ നടന്ന് റൂമിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ റൂമിലെത്തിയേ. ഇവിടെ സ്റ്റേ ചെയ്യാൻ ഒരുപാട് റൂമുകളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ സ്റ്റേ ചെയ്തത് ഗിരിവിഹാർ എന്ന ഈ പ്രോപ്പർട്ടിയിലാണ്. ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. അങ്ങനെ റൂമിലെത്തി കുളിച്ച് ഫ്രഷായി ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മളിനി നേരെ ഇവിടുത്തെ കാഴ്ചകൾ ഓരോന്നായിട്ട് കാണാൻ ഇറങ്ങുകയാണ്. കുറച്ച് ദൂരം ട്രക്ക് ചെയ്ത് ഒരു 2-3 സ്പോട്ട് കവർ ചെയ്യാനാണ് ഇന്നത്തെ പ്ലാന്. അങ്ങനെ ട്രക്ക് ചെയ്ത് നമ്മൾ ആദ്യം ചെന്നെത്തിയത് മാത്തേരാൻ്റെ ജീരകണികയായ ഷാർലറ്റ് തടാകത്തിലാണ്. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ വനങ്ങൾക്ക് നടുവിൽ പ്രകൃതി ഒരുക്കി വെച്ച ഒരു ശാന്തമായ അത്ഭുതം. മഴക്കാലത്തെ ഈ മലനിരകളിൽ നിന്നൊക്കെ ഒഴുകിയെത്തുന്ന വെള്ളം മുഴുവൻ വന്ന് നിറയുന്നത് ഈ ഒരു കുഞ്ഞു തടാകത്തിലാണ്. ഈ തടാകത്തിൻ്റെ ഒരറ്റത്ത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ചെറിയൊരു ഡാമാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്കിറങ്ങി കുളിക്കുവാനൊക്കെ പറ്റും. ഒരുപാട് പേര് അവിടെ കുളിച്ച് തിമിർക്കുന്നൊക്കെയുണ്ട്. മഴക്കാലത്ത് തടാകം നിറഞ്ഞു കവിയുമ്പോൾ ഈ ഡാമിൻ്റെ മുകളിലൂടെ കവിഞ്ഞൊഴുകുന്ന വെള്ളമാണ് അപ്പുറത്ത് ഒരു മനോഹരമായ വെള്ളച്ചാട്ടമായി മാറി താഴ്വരയിലേക്കൊക്കെ പതിക്കുന്നത്. ആ കാഴ്ചയൊക്കെ നമുക്ക് പിന്നീട് കാണാം. അതിനു മുമ്പ് നമുക്ക് വേറൊരു വ്യൂ പോയിന്റ് കണ്ടിട്ട് വരാം. ഈ ബോർഡ് കണ്ടോ, ലോഡ്സ് പോയിന്റ്, വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് വ്യൂ പോയിന്റ് ഇൻ മാത്തേരാൻ, ഡോണ്ട് മിസ് ഇറ്റ് എന്ന്. ഇല്ല, മിസ് ചെയ്യുന്നില്ല, പോയി കണ്ടേക്കാം. അങ്ങനെ ഷാർലറ്റ് തടാകവും കണ്ട് അടുത്തതായിട്ട് നമ്മൾ നടന്നു നീങ്ങിയത് മാത്തേരാനിലെ ഏറ്റവും പ്രശസ്തമായ ആ ലോഡ്സ് പോയിന്റിലേക്ക് തന്നെയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു വഴിയുണ്ടല്ലോ, ശരിക്കും നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒന്നാണ്. ഒരു ചെറിയ വരമ്പ് പോലെ നീണ്ടു കിടക്കുന്ന ഇടുങ്ങിയ പാത. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് പരസ്പരം സൈഡൊക്കെ കൊടുത്താണ് നടക്കുന്നത്. ചെറിയൊരു അശ്രദ്ധ മതി, കാല് തെറ്റിയാൽ നേരെ താഴെ ആഴമേറിയ കൊക്കയിലേക്കായിരിക്കും വീഴുന്നത്. എന്നാൽ ആ പേടിയൊക്കെ മാറ്റി നിർത്തി ലോഡ്സ് പോയിന്റിൽ ചെന്ന് നിൽക്കുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അത് വാക്കുകൾക്കൊക്കെ അപ്പുറമാണ്. അവിടെ നിന്ന് അങ്ങ് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു ജലാശയം ഉണ്ടല്ലോ, അത് പ്രശസ്തമായ മോർബേ ഡാമിൻ്റെ റിസർവോയറും അതിൻ്റെ മനോഹരമായ കാഴ്ചകളുമൊക്കെയാണ് ആ കാണുന്നത്. കനത്ത മഞ്ഞും മേഘങ്ങളും ഒക്കെ താഴ്വരെ ഇങ്ങനെ മൂടുമ്പോഴും അങ്ങ് ദൂരെ തെളിഞ്ഞു കാണുന്ന ആ റിസർവോയറും ഈ പച്ചപ്പ് നിറഞ്ഞ മലനിരകളും ഒക്കെ കൂടി ചേരുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങോട്ട് എത്തിപ്പെടാൻ വഴിയരികിൽ അനുഭവിച്ച ആ റിസ്ക് ഒക്കെ വെറുതെ ആയില്ല എന്ന് ഉറപ്പിക്കാം. അത്രയ്ക്ക് ഭംഗി നിറഞ്ഞൊരു വ്യൂ പോയിന്റ് ആണ് ഇത്. അങ്ങനെ ലോഡ്സ് പോയിന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത് മുമ്പ് കണ്ട ആ ഷാർലറ്റ് ഡാമിൽ നിന്ന് ഒഴുകി താഴ്വരയിലേക്ക് പതിക്കുന്ന ആ മനോഹരമായ വെള്ളച്ചാട്ടം കാണാനാണ്. അങ്ങോട്ടേക്കുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ചുവന്ന മണ്ണും ഉരുളൻ കല്ലുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞ നല്ല കൊതുകുള്ള ഒരു ദുർഘടമായ പാതയാണ്. വഴിയരികിലുണ്ടല്ലോ മഴക്കോട്ടൊക്കെ ഇട്ട് കുതിരകളെ ഇങ്ങനെ നിരനിരയായി നിർത്തിയിരിക്കുന്നത് കാണാവേ. ചിലപ്പോൾ കുതിരപ്പുറത്ത് കയറി സവാരി വന്നവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കാം. 1 മണിക്കൂറിന് 500-600 രൂപയൊക്കെയാണ് കുതിരസവാരിക്ക് വരുന്നത്. വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുതിരസവാരിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കല്ലും മണ്ണും ഒക്കെ ചവിട്ടി നടന്നുമൊക്കെ വേണം ഇവിടുത്തെ ഓരോ കാഴ്ചകളും കാണാനായിട്ട് പോകാനേ. അങ്ങനെ നടന്നു പോകുന്ന വഴികളിലൊക്കെ കട്ടക്കാടുകൾക്ക് നടുവിലായിട്ട് പഴക്കം ചെന്ന ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച കുറേ പഴയ ബംഗ്ലാവുകളും പൊട്ടിപ്പൊളിഞ്ഞ വീടുകളും ഒക്കെ കാണാവേ. മാത്തേരാൻ്റെ ചരിത്രം വിളിച്ചോതുന്ന കാലപ്പഴക്കം കൊണ്ട് പായൽ പിടിച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഈ കെട്ടിടങ്ങൾക്കിടയിലൂടെയുള്ള നടപ്പുണ്ടല്ലോ, ശരിക്കും ഒരു മിസ്റ്ററി ഫീല് തന്നെ തരുവേ. ഈ കാടിനകത്തുകൂടെയുള്ള ഈ ഒരു നടപ്പുണ്ടല്ലോ ശരിക്കും വല്ലാത്തൊരു അനുഭവം തന്നെയാണ്.
പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് അതൊക്കെ കരുതി സൂക്ഷിച്ചൊക്കെ വേണം നടക്കാൻ. അങ്ങനെ ചെളിയും കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെ കഷ്ടപ്പെട്ട് ഒടുവിൽ ആ വ്യൂ പോയിന്റിലേക്ക് അടുത്തപ്പോഴുണ്ടല്ലോ, അവിടെ കിട്ടുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, മുന്നെ പൊളിയെന്ന് പറഞ്ഞാൽ പൊളി, വിശ്വസിക്കാൻ പറ്റത്തില്ലേ. അങ്ങ് ദൂരെ മലനിരകളിൽ നിന്ന് താഴേക്ക് ആഞ്ഞു കുത്തി പതിക്കുന്ന ആ ഒരു വെള്ളച്ചാട്ടം, ശക്തമായ കാറ്റ് കാരണം താഴേക്ക് വീഴുന്ന വെള്ളമൊക്കെ ചിതറി തിരിച്ച് മുകളിലേക്ക് തന്നെ പായുന്ന റിവേഴ്സ് വാട്ടർഫോൾസിന്റെ കാഴ്ചകൾ, മഞ്ഞിന്റെ കുളിരും കാറ്റിന്റെ അലർച്ചയും ആ ദൂരക്കാഴ്ചകളും ഒക്കെ കൂടി നമ്മളെ വേറൊരു ലോകത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുവേ. ഇവിടെ നിന്ന് എത്ര നേരം വേണമെങ്കിലും അത് ഇങ്ങനെ നോക്കി നിന്ന് പോകും, അത്രയ്ക്ക് ഭംഗിയാണ്. നിൽക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് മഴ പെയ്യുന്ന പോലെ വെള്ളം ദേഹത്താകെ വീഴും. മഴയല്ല, കാറ്റടിച്ച് താഴേക്ക് പോകുന്ന വെള്ളം തിരിച്ച് അതേ ശക്തിയിൽ തിരിച്ച് മുകളിലേക്ക് വരുന്നതാണ്. അങ്ങനെ ആ വാട്ടർഫോൾസിന്റെ ദൂരെ നിന്നുള്ള കാഴ്ച കണ്ടെങ്കിൽ ഇനി നമുക്ക് ആ വാട്ടർഫോൾസിന്റെ അരികിലേക്ക് പോകണം. എങ്ങനെ പോകും? ആ കാണുന്ന ചെറിയ വഴിയിലൂടെ വേണ്ടേ പോകാൻ? ഹൈ റിസ്ക് ആണ്, പക്ഷെ നമ്മൾ പോയിരിക്കും. ചെരുപ്പിന് നല്ല ഗ്രിപ്പില്ലെങ്കിലുണ്ടല്ലോ പണി പാളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നല്ല ചുവന്ന മണ്ണും വഴുവഴുപ്പുള്ള ചെളിയും ഒക്കെ നിറഞ്ഞ വല്ലാത്തൊരു ചെരുവുള്ള ഇടുങ്ങിയ പാതയാണ് അങ്ങോട്ടേക്ക്. ഒരു വശത്ത് കുത്തനെയുള്ള മലഞ്ചെരുവും മറുവശത്ത് ആയിരക്കണക്കിനടി താഴ്ചയുള്ള ഭീതിജനകമായ അഗാധ കന്ദരവും. കൈവരികളോ യാതൊരുവിധ സംരക്ഷണ വേലികളോ ഒന്നും തന്നെ ഇവിടെയില്ല. മഴ പെയ്ത് ചെളിയായി കിടക്കുന്നത് കൊണ്ട് ഒരൊറ്റ തെറ്റായ ചൂട് മതി നേരെ താഴേക്ക് പതിക്കാൻ. ഇവിടെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഗൈഡുകളില്ല, പോലീസുകാരില്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരെയും കാണുന്നില്ല. സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവൻ നമ്മൾ തന്നെ നോക്കിക്കോണം. ഒരു മര്യാദയിലൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ തിരിച്ചെത്താം എന്നുള്ള കാര്യം പ്രത്യേക ഓർമ്മയിൽ വെക്കുക. പക്ഷെ ആ റിസ്ക് മുഴുവൻ എടുത്ത് ഒടുവിൽ ആ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് മുകളിൽ എത്തിപ്പോണ്ടല്ലോ ഒരു ചെറിയ ആശ്വാസം. വൺ സൈഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് വേണേൽ പറയാം. ഈ കാണുന്ന അരുവി ഉണ്ടല്ലോ, നമ്മൾ മുമ്പ് കണ്ട ആ ഒരു ഷാർലറ്റ് തടാകം ഡാമിന് മുകളിലൂടെ നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെ ഇവിടെ വന്ന് പരന്നൊഴുകി ഇവിടുന്ന് നേരെ താഴ്വരയിലേക്ക് പതിക്കുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ച അതിന്റെ തൊട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ത്രില്ലും ആ ഒരു അഡ്രിനാലിൻ റഷും ഒക്കെ ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണേ. അതൊരു ഒന്നൊന്നര അനുഭവം തന്നെയാണ്. ആ താഴ്വരയിലേക്ക് പതിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, കാറ്റിന്റെ ശക്തിയിൽ തിരിച്ച് മുകളിലേക്ക് തന്നെ വന്ന് നമ്മുടെ മുഖത്തേക്കൊക്കെ ചിതറിത്തെറിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പേടിയൊക്കെ മാറി മനസ്സിൽ ഒരുതരം അത്ഭുതവും സന്തോഷവും ഒക്കെ മാത്രമായിട്ട് ഇങ്ങനെ മാറുവേ. അങ്ങനെ ലോഡ്സ് പോയിന്റും റിവേഴ്സ് വാട്ടർഫോൾസും ഒക്കെ കണ്ട ശേഷം ഇനി അടുത്തതായിട്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് ലൂയിസ പോയിന്റിലേക്കാണ്. അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററോളം ഇവിടുന്ന് നടക്കാനുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് പ്രശസ്തമായ ഇക്കോ പോയിന്റും ഹണിമൂൺ പോയിന്റും ഒക്കെ വരുന്നത്. അങ്ങോട്ടേക്കുള്ള പാതയെന്ന് പറയുന്നതും ഇതുപോലൊക്കെ തന്നെ ദുർഘടം പിടിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, മാത്തേരാനിലെ ഏറ്റവും സുന്ദരമായ നടപ്പാതകളിൽ ഒന്നാണ് ഈ കാണുന്നത്. വലിയ മരച്ചിലകളിൽ തണൽ വിരിച്ച മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ കാട്ടുപാതയിലൂടെയുള്ള യാത്രയുണ്ടല്ലോ, വല്ലാത്തൊരു സമാധാനമാണ് തരുന്നത്. നല്ല തണുത്ത കാറ്റും പെയ്യാൻ കാത്തു നിൽക്കുന്ന ആകാശവും ഒക്കെ ആയിട്ട് ഈ നടപ്പുണ്ടല്ലോ തീരെ മടുപ്പ് തോന്നിക്കാറേ ഇല്ലേ. അങ്ങനെ നടന്ന് ലൂയിസ പോയിന്റിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് മറ്റൊരു മനോഹരമായ വ്യൂ പോയിന്റ് കൂടി ഇവിടെയുണ്ട്. കൊക്കയുടെ അരികിലൂടെ കമ്പിവേലി കെട്ടിയ ആ ഇടുങ്ങിയ വഴിയിലൂടെ നടന്ന് ചെല്ലുമ്പോൾ തന്നെ കാണാം അങ്ങ് ദൂരെ താഴ്വരയുടെയും വെള്ളച്ചാട്ടത്തിന്റെയും ഒക്കെ ആകാശ കാഴ്ച. മലഞ്ചെരുവില് പുല്ല് നിറഞ്ഞ പ്രതലത്തില് ആൾക്കാരിങ്ങനെ ശാന്തമായിട്ടിരുന്ന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണ്. മേഘാവൃതമായ ആകാശത്ത് നിന്ന് മേഘങ്ങൾക്കിടയിലൂടെ താഴ്വരയിലേക്ക് സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്ന ആ ഒരു ഗോൾഡൻ കാഴ്ച കണ്ടോ? മാത്തേരാൻ യാത്രയിൽ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫ്രെയിമുകളിൽ ഒന്നായിരുന്നു ഇത്. അങ്ങനെ നടന്ന് ഒടുവിൽ ലൂയിസ പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഇവിടെ എത്തുമ്പോഴേക്കും സമയം ഏകദേശം വൈകുന്നേരം 6 മണിയോട് അടുത്തിരുന്നേ. ചുറ്റിലും പതുക്കെ ഇരുട്ട് വീഴാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആകാശം മുഴുവൻ മഞ്ഞും മേഘങ്ങളെയൊക്കെ കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു മാന്ത്രിക അന്തരീക്ഷം. ഇവിടെ എത്തിയപ്പോഴാണ് മാത്തേരാന്റെ ആ യഥാർത്ഥ ഭംഗി കാണാൻ പറ്റിയത്. അകല മലനിരകളുടെ മുകളിൽ നിന്ന് വെളുത്ത നൂല് പോലെ താഴ്വരയിലേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ ആ മലഞ്ചെരുവിൽ നിന്ന് കാണുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക സുഖമാണ്.
കാറ്റടിച്ച് മഞ്ഞുപടലങ്ങൾ മാറി മറിയുമ്പോൾ ആ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതും പിന്നെയും മഞ്ഞിലും മറയുന്നതും ഒക്കെ ഉണ്ടല്ലോ, ഒരു അത്ഭുതം പോലെ തോന്നും. സമയം മുന്നോട്ട് പോകുന്തോറും ഇവിടെ ആളുകളുടെ എണ്ണവും ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. പാറക്കെട്ടിന്റെ അരികിലും കുന്നിന്റെ മുകളിലും ഒക്കെ ആയിട്ട് ആളുകൾ ആ കാഴ്ച ആസ്വദിക്കാൻ ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി തണുത്ത കാറ്റാണ് ചുറ്റും അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാറ്റും കൊണ്ട് ഈ ഇരുട്ടിന്റെയും തണുപ്പിന്റെയും ഒക്കെ സുഖം അറിഞ്ഞ് ഇവിടെ ഇങ്ങനെ കുറേ സമയം ഇരിക്കാനുണ്ടല്ലോ, എന്താ രസം. സന്ധ്യ മയങ്ങിയതോടെ ഉണ്ടല്ലോ ലൂയിസ പോയിന്റിലെ കുന്നിൻ മുകളിലെ ഉണ്ടല്ലോ ആളുകളുടെ ആ ഒരു സീൽ ഔട്ട് വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ വളരെ മനോഹരമായിട്ട് കാണാമായിരുന്നേ. നീലാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ മലമുകളിൽ മനുഷ്യർ ഒരു കൂട് പോലെ നിൽക്കുന്ന ആ ഒരു കാഴ്ച ശരിക്കും ഒരു സിനിമ ഫ്രെയിം പോലെ തോന്നിപ്പിക്കുവേ. ഇലകളില്ലാത്ത ഉണങ്ങിയ മരച്ചില്ലകളും മഞ്ഞിലും മൂടിയ കുന്നിൻ ചെരുവും ഈ ഒരു തണുപ്പും ഈ ഒരു വൈബും എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അങ്ങനെ മാത്തേരാനിലെ എൻ്റെ ഒരു ദിവസം അങ്ങനെ പൂർണ്ണമാവുകയാണ്. പൊല്യൂഷനും വാഹനങ്ങളുടെ ബഹളവും ഒന്നുമില്ലാത്ത പ്രകൃതിയുടെ ശാന്തത മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാന്ത്രിക ലോകമാണ് ഈ മാത്തേരാൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഒരേ ഒരു വെഹിക്കിൾ ഫ്രീ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നഗര തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ച് ദിവസം സ്വസ്ഥമായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടല്ലോ പറ്റിയ ഏറ്റവും മികച്ചൊരു ചോയ്സ് ആണ് ഇത്. ഇവിടെ വരുന്നവരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ദീർഘദൂരം നടക്കാനുള്ള മനസ്സ് വേണം. കുന്നുകളും മലഞ്ചെരുവുകളും ഒക്കെ കയറി ഇറങ്ങിയുള്ള യാത്രയായതുകൊണ്ട് നല്ല ഗ്രിപ്പുള്ള ഷൂവോ ചെരുപ്പോ ഒക്കെ ഇടുക. പിന്നെ പെട്ടെന്ന് കാലാവസ്ഥ മാറാൻ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ റെയിൻകോട്ടോ കുടയോ ഒക്കെ കയ്യിൽ കരുതണേ. ഒരു കുപ്പി വെള്ളവും കുറച്ച് സ്നാക്സും ഒക്കെ കയ്യിൽ വെച്ചേക്കുക. എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ട്രക്ക് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് ചെറിയ ചെറിയ കടകളൊക്കെ കിട്ടും. അവിടുന്ന് ചായ കാപ്പി വെള്ളം മാഗി ഒക്കെ കിട്ടും. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ തീവ്രമായ സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല കേട്ടോ, പ്രകൃതിയെ ശാന്തമായിട്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മാത്തേരാൻ ഒരു മറക്കാനാവാത്ത അനുഭവമായിരിക്കും സമ്മാനിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകൾ എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ ആ വഴിയിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും സാഹസികതയും ഒക്കെയാണ് പിന്നീട് മധുരിക്കുന്ന ഓർമ്മകളായിട്ട് മാറുന്നത്. അങ്ങനെ മാത്തേരാനിൽ നിന്ന് തൽക്കാലം നമ്മൾ വിട പറയുകയാണ്. ഒരുപാട് വ്യൂ പോയിന്റുകൾ ഇനിയും ബാക്കിയാണ്. പക്ഷെ എല്ലാം കൂടി ഒറ്റയടിക്ക് കവർ ചെയ്താൽ പിന്നീട് വരുമ്പോൾ ആ ത്രില്ലുണ്ടാവില്ല. അതുകൊണ്ട് മാത്തേരാന്റെ ഇത്രയും മനോഹരമായ ഓർമ്മകളും പേറി റെയിൽവേ പാളങ്ങളിലൂടെ തിരിച്ചു നടക്കുകയാണ്. ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞ കാടുകളും ഇടയ്ക്കിടെ തട്ടിത്തഴുകി പോകുന്ന തണുത്ത കാറ്റുമൊക്കെയായിരുന്നു ഈ നടപ്പിലുടനീളം കൂട്ടിനുണ്ടായിരുന്നത്. മാത്തേരാനിൽ നിന്ന് തിരിച്ച് അമൻ ലോഡ്ജിലേക്ക് ടോയ് ട്രെയിൻ എടുക്കാതെ നമ്മൾ പാളത്തിലൂടെ നടന്നു പോകാമെന്ന് വിചാരിച്ച് തിരികെ അമൻ ലോഡ്ജിലേക്ക് നടന്നു പോകുന്ന വഴിയിലാണ് ആ ഒരു ബോർഡ് കണ്ണിൽപ്പെട്ടത്. ഈ ബോർഡ് കാണുമ്പം മലയാളികൾ എന്തായാലും അതിന്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കാതെ പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്കാണ് ഈ വ്യൂ പോയിന്റിന്റെ പേരെന്ന് പറയുന്നത്. സമയം കുറവായതുകൊണ്ട് ഞാൻ ആ വ്യൂ പോയിന്റിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ നേരെ അമൻ ലോഡ്ജ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. അങ്ങനെ നടന്ന് അമൻ ലോഡ്ജിൽ എത്തിയപ്പോഴേക്കും ഉണ്ടല്ലോ ആകാശം ഇരുണ്ട് പെട്ടെന്ന് നല്ലൊരു ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ആ യാത്രയോട് വിട പറയാൻ മാത്തേരാൻ തന്നെ തന്ന ഒരു ഭംഗിയുള്ള മഴ സമ്മാനം പോലെ തോന്നി ആ നിമിഷം. മഴ തോർന്നപ്പോൾ താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്ന ആ ബോർഡിന് മുന്നിലൂടെ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. കണ്ടു കൊതി തീരാത്ത കാഴ്ചകളും ഇനിയും മടങ്ങി എത്തണമെന്നുള്ള ഉറപ്പുള്ള ആഗ്രഹവുമായി താങ്ക് യു മാത്തേരാൻ. വീണ്ടും കാണാം.